ഹലോ ഗായ്സ്, എൻ്റെ പേര് മറിയ എന്നാണ്. ഞാൻ കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ളൊരു ട്രാവൽ വ്ളോഗറാണ്. ഇതെൻ്റെ ഫസ്റ്റ് ഒഫീഷ്യൽ വീഡിയോ ആണ്. നിങ്ങൾ പലരും എൻ്റെ ചെറിയ ചെറിയ ഷോർട്സ് കാണിച്ച് കാണും, അല്ല കണ്ടു കാണും. അപ്പോൾ ഇത് എൻ്റെ ഫസ്റ്റ് ഒഫീഷ്യൽ യൂട്യൂബ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഈ വ്ളോഗിങ്ങിലേക്ക് ഇറങ്ങി എന്ന് എൻ്റെ ഓഡിയൻസിനോട് എനിക്ക് പറയണമെന്ന് ഒരു ആഗ്രഹം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബേസിക്കലി പ്രൊഫഷണലി PhD കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് ഇംഗ്ലീഷിൽ, ലിറ്ററേച്ചറിൽ. പക്ഷേ നമ്മുടെ ഒരു പാഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ട്രാവലിംഗ് തന്നെയായിരുന്നു കേട്ടോ. കുഞ്ഞിലേ മുതൽ നമ്മൾ ഈ സ്കൂളിൽ ഇങ്ങനെ ക്ലാസ് ഇരിക്കുമ്പോൾ എന്താ പറയുക, പുറത്തേക്ക് നോക്കി ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത്, സ്വപ്നം കണ്ടി അങ്ങനെ ഇരിക്കുന്ന കുറേ കുട്ടികളുണ്ടാവുമായിരിക്കും. ഞാനങ്ങനെ ഒരാളായിരുന്നു കേട്ടോ. ഒരു ക്ലാസ്സിൽ ശ്രദ്ധിക്കില്ല, എൻ്റെ ഫുൾ ശ്രദ്ധ ഇങ്ങനെ ഞാൻ വലുതാകുമ്പോൾ ഞാൻ അവിടെ പോകും, ഞാൻ കുറേ മലകൾ കാണും, കുറേ കടൽ കാണും, അത് ചെയ്യും ഇത് ചെയ്യും. അപ്പം നമ്മൾ വളർന്നു വരുമ്പോൾ ആ ഒരു പാഷൻ എന്ന് പറഞ്ഞ സാധനം ഒരു ട്രാവൽ അല്ലെങ്കിൽ ഒരു ഫുഡ് അങ്ങനെ ഒരു സംഭവത്തിലാണ്. അപ്പോൾ ഞാൻ BA, MA, MPhil, PhD ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ ഒരു ഹാർട്ട് എന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ. അപ്പോൾ എൻ്റെ പാഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അത് ഞാൻ ട്രാവലിങ്ങിലാണ് കണ്ടെത്തിയത്. എനിക്ക് ഈ വണ്ടിയൊക്കെ എടുത്ത് പുറത്ത് പോകുമ്പോൾ, കുന്നുമലയും കയറുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കടലൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ നല്ലൊരു പുഴയിൽ ചാടി കുളിക്കുമ്പോൾ, വേറെ ആൾക്കാരുടെ വേറെ ഗ്രാമങ്ങളിൽ പോകുമ്പോൾ അവരുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ അവരുടെ കണക്ട് ചെയ്യുന്നത് അപ്പോൾ കിട്ടുന്ന ഒരു ഹൈ ഉണ്ടല്ലോ. ആ ഒരു സംഭവം നമുക്ക് വേറെ ഒരു കരിയർ ഓപ്റ്റ് ചെയ്താലും എനിക്ക് കിട്ടാറില്ല കേട്ടോ. സോ അതുകൊണ്ടാണ് ഫൈനലി ഞാൻ ഈ ഒരു പ്രായത്തിൽ വ്ളോഗിങ്ങിലേക്ക് വന്നത്. എൻ്റെ ഒരു കുട്ടി വ്ളോഗാണ്, പക്ഷേ നാളെ അത് എന്തെങ്കിലും ഒരു രീതിയിൽ എത്തിക്കാൻ പറ്റുമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. സോ അതാണ്. ടിബറ്റൻ ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കേരള ക്വസീനേക്കാളും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. കുറച്ചും കൂടി സ്പൈസ് ലെവൽ കുറവാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ്. മെയിനായിട്ട് ടിബറ്റൻ ഫുഡ് എന്ന് പറയുമ്പോൾ അവർ മെയിൻലി കഴിക്കുന്ന ഒരു സാധനം സാമ്പ എന്ന് പറഞ്ഞൊരു സാധനമാണ്. സാമ്പ എന്ന് പറഞ്ഞാൽ ബാർലി വീറ്റ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അത് അവർ കൊടുക്കുന്നത് ബട്ടർ ടീയുടെ ഒപ്പമാണ് ഈ സാമ്പ അവർ സെർവ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത് ഉള്ള സാധനമാണ് ടിബറ്റൻ ന്യൂഡിൽസ്. അത് ടിബറ്റുകാർ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ ഒരേപോലെ കഴിക്കുന്ന ഒരു സാധനമാണ്. അത് നമ്മൾ വീറ്റ് ഫ്ലവർ ഗോതമ്പ് മാവ് വെച്ചിട്ടാണ് അവർ സാധാരണ ന്യൂഡിൽസ് ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് അവിടെ ഇവിടെ കിട്ടാൻ ചാൻസ് കുറവാണ്, പക്ഷെ അവിടെ ടിബറ്റൻ ബോർഡർ, ഹിമാചൽ ടിബറ്റൻ ബോർഡറിൽ ടിബറ്റൻ കൂടുതലായിട്ട് കഴിക്കുന്ന ഒരു സാധനം യാക്ക് മീറ്റാണ്. അത് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു മീറ്റാണ് അവർക്ക്. അത് വെച്ചിട്ട് അവർ യാക്ക് മിൽക്ക്, യാക്ക് ചീസൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അവർ ഡെയിലി സ്റ്റേപ്പിൾ ഡയറ്റായിട്ട് കഴിക്കുന്ന ഒരു സാധനമാണ് യാക്ക് ചീസ്. ഭയങ്കര ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണ്. ഈ യാക്ക് മിൽക്ക് വെച്ചിട്ടാണ് ഇവർ ബട്ടർ ടീയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെന്താ, പിന്നെ അവർക്ക് ബെവറേജ് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ടിബറ്റൻ ബാർലി വൈനാണ് അവിടുത്തെ ഒരു ഡെലിക്കസി ആയിട്ട് നമ്മൾ ഡിന്നറിനോടെയൊക്കെ സെർവ് ചെയ്യുന്നത്. അത് അവിടെ മാത്രം കിട്ടുള്ളൂ, ഇവിടെ കിട്ടില്ല. പിന്നെ ഓബ്വിയസ്ലി നമ്മുടെ മോമോസ് സ്റ്റീംഡ് ഉണ്ട്, പിന്നെ അല്ലാതെ ഫ്രൈഡ് ഉണ്ട്. സ്റ്റീംഡാണ് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാം. എനിക്ക് ടിബറ്റൻ മോമോസ് കഴിച്ചിട്ട് കുറച്ചും കൂടി ജ്യൂസിയാണ്, കുറച്ചും കൂടി സ്പൈസ് കുറവാണ്. നമ്മൾ കഴിക്കുമ്പോൾ തന്നെ ആ ഒരു ഗ്രേവി പുറത്തേക്ക് വരും. എനിക്ക് ആ ഒരു ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ തെൻതുക്കാണ് കേട്ടോ. തെൻതുക്ക് എന്ന് പറഞ്ഞാൽ ഒരു നൂഡിൽസ് സൂപ്പാണ്. ആ നൂഡിൽസ് നമ്മൾ കൈകൊണ്ട് തന്നെ മാവ് വെച്ചിട്ട് കുഴച്ചുണ്ടാക്കുന്നത്, അതാണ് തെൻതുക്ക്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മെയിനായിട്ട് ടിബറ്റൻ ഐറ്റംസ് വരുന്നത്. ടിബറ്റൻ ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കേരള ക്വസീനേക്കാളും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. കുറച്ചും കൂടി സ്പൈസ് ലെവൽ കുറവാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ്. മെയിനായിട്ട് ടിബറ്റൻ ഫുഡ് എന്ന് പറയുമ്പോൾ അവർ മെയിൻലി കഴിക്കുന്ന ഒരു സാധനം സാമ്പ എന്ന് പറഞ്ഞൊരു സാധനം. സാമ്പ എന്ന് പറഞ്ഞാൽ ബാർലി വീറ്റ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അത് അവർ കൊടുക്കുന്നത് ബട്ടർ ടീയുടെ ഒപ്പമാണ് ഈ സാമ്പ അവർ സെർവ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത് ഉള്ള സാധനമാണ് ടിബറ്റൻ ന്യൂഡിൽസ്. അത് ടിബറ്റുകാർ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ ഒരേപോലെ കഴിക്കുന്ന ഒരു സാധനമാണ്. അത് നമ്മൾ വീറ്റ് ഫ്ലവർ ഗോതമ്പ് മാവ് വെച്ചിട്ടാണ് അവർ സാധാരണ ന്യൂഡിൽസ് ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ കിട്ടാൻ ചാൻസ് കുറവാണ്, പക്ഷെ അവിടെ ടിബറ്റൻ ബോർഡർ, ഹിമാചൽ ടിബറ്റൻ ബോർഡറിൽ അല്ലെങ്കിൽ ടിബറ്റിൽ കൂടുതലായിട്ട് കഴിക്കുന്ന ഒരു സാധനം യാക്ക് മീറ്റാണ്. അത് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു മീറ്റാണ് അവർക്ക്. അത്
ബട്ടർ കേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെന്താ, പിന്നെ അവർക്ക് ബെവറേജ് എന്ന് പറയുകയാണെങ്കിൽ ടിബറ്റൻ ബാർലി വൈനാണ് അവരുടെ ഒരു ഡെലിക്കസി ആയിട്ട് നമ്മൾ ഡിന്നറിനോടൊക്കെ സെർവ് ചെയ്യുന്നത്. അത് അവിടെ മാത്രം കിട്ടുള്ളൂ, ഇവിടെ കിട്ടില്ല. പിന്നെ ഓബ്വിയസ്ലി നമ്മുടെ സ്റ്റീംഡ് ഉണ്ട്, പിന്നെ അല്ലാതെ ഫ്രൈഡ് ഉണ്ട്. സ്റ്റീംഡാണ് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. എനിക്ക് ടിബറ്റൻ മോമോസ് കഴിച്ചിട്ട് കുറച്ചും കൂടി ജ്യൂസിയാണ്, കുറച്ചും കൂടി സ്പൈസ് കുറവാണ്. നമ്മളത് കഴിക്കുമ്പോൾ തന്നെ ആ ഒരു ഗ്രേവി പുറത്തേക്ക് വരും. എനിക്ക് ആ ഒരു ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ തെൻതുക്കാണ് കേട്ടോ. തെൻതുക്ക് എന്ന് പറഞ്ഞാൽ ഒരു നൂഡിൽസ് സൂപ്പാണ്. ആ നൂഡിൽസ് നമ്മൾ കൈകൊണ്ട് തന്നെ മാവ് വെച്ചിട്ട് കുഴച്ചുണ്ടാക്കുന്നത്, അതാണ് തെൻതുക്ക്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മെയിനായിട്ട് ടിബറ്റൻ ഐറ്റംസ് വരുന്നത്. ബേസിക്കലി എനിക്ക് തോന്നുന്നു നമ്മുടെ പോലെ അധികം മസാലയില്ല. വെരി സിമ്പിൾ ആൻഡ് വെരി ടേസ്റ്റി. യാ